ഇക്കഴിഞ്ഞിടയ്ക്ക് സാംസങ് M21 ക്യാമറ റിവ്യൂ ഞാൻ ചെയ്തപ്പോൾ ഒത്തിരി പേര് കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞു, ചേട്ടാ ഒരു മാക്രോ ക്യാമറയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഡിവൈസ് പെർഫെക്റ്റ് ആയിരുന്നെന്ന്. പക്ഷേ ഈ മാക്രോ ക്യാമറ ശരിക്കും നമുക്ക് ആവശ്യമുള്ളൊരു സംഗതിയാണോ? എൻ്റെ അഭിപ്രായത്തിലല്ല. മാക്രോ ക്യാമറ എന്നത് മാനുഫാക്ചേഴ്സിൻ്റെ ഒരു മാർക്കറ്റിംഗ് ഗിമിക്കാണ്. ഞങ്ങളുടെ ഫോണിൻ്റെ പുറകുവശത്ത് 5ഉം 6ഉം ക്യാമറ ഉണ്ട് എന്ന ആ നമ്പർ പറയാൻ വേണ്ടി മാത്രം അവർ ഉപയോഗിക്കുന്നൊരു ട്രിക്ക്. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഈ വീഡിയോയിൽ വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്സ് ടെക് 80. ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഒത്തിരി എഫോർട്ട് ഇടാറുണ്ട്. ആ എഫോർട്ടുകൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയും ജസ്റ്റ് ആ ലൈക്ക് ബട്ടണും സബ്സ്ക്രൈബ് ബട്ടണും അമർത്തിക്കൊണ്ട്. ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്ന ക്യാമറ സാമ്പിൾസ് Realme 6, Redmi Note 8, സാംസങ് M21 എന്നീ ഡിവൈസുകളുടെ അടുത്താണ്. മെയിനായിട്ട് നമ്മൾ Realme 6-ലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. കാരണം Realme 6-ൻ്റെ പ്രൈമറി ക്യാമറ വളരെ കേപ്പബിളാണ്. അതുതന്നെയാണ് മാക്രോ ക്യാമറ ഒരു സ്കാമാണ് എന്നെനിക്ക് പ്രൂവ് ചെയ്യാനുള്ള ഫസ്റ്റ് പോയിൻറ്റ്. ഒന്നാമത്തെ കാരണം വളരെ വ്യക്തമാണ്, സുപരിചിതമാണ്. ഇപ്പോൾ വരുന്ന ഫോണുകളിലെല്ലാമുള്ള മെയിൻ റിയർ ക്യാമറ അത് വളരെ പവർഫുള്ളാണ്. ഈ മെയിൻ ക്യാമറയിൽ കിട്ടുന്ന ഫോട്ടോഗ്രാഫ് ചെറുതായിട്ടൊന്ന് ക്രോപ്പ് ചെയ്താൽ തന്നെ മാക്രോ ക്യാമറയിൽ കിട്ടുന്നതിനേക്കാളും അടിപൊളിയായിട്ടുള്ള ഷോട്ടാക്കി നമുക്കതിനെ മാറ്റാൻ കഴിയും. ഇത്രയും പവർഫുള്ളായിട്ടുള്ളൊരു ക്യാമറ ഉള്ളപ്പോൾ ഒരു മാക്രോ ക്യാമറയുടെ ആവശ്യമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഈ രണ്ട് ഇമേജുകളിൽ ഏതാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? ഒന്നാമത്തെയാണോ രണ്ടാമത്തെയാണോ? താഴെ കമൻസിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക. ഇതിൽ ഒന്നാമത്തെ ചിത്രം നമ്മൾ പകർത്തിയിരിക്കുന്നത് Realme 6-ൻ്റെ 2 മെഗാപിക്സൽ മാക്രോ ക്യാമറയിലാണ്. കളേഴ്സ് ഒന്നുമില്ലെന്ന് മാത്രമല്ല, ഡീറ്റെയിൽസും വളരെ കുറവാണ്. രണ്ടാമത് കണ്ട ചിത്രം Realme 6-ൻ്റെ 64 മെഗാപിക്സൽ റിയർ ക്യാമറയിലെടുത്താണ്. 64 MB മോഡൊന്നും ഞാൻ ഉപയോഗിച്ചില്ല കേട്ടോ. വെറും 16 MB മോഡ് തന്നെ ഉപയോഗിച്ചെടുത്തൊരു ഫോട്ടോയാണ്. ഇവിടെയാണെങ്കിൽ അത്യാവശ്യം എൻവയോൺമെൻറ്റ് കിട്ടുകയും ചെയ്യും. വേണമെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ക്രോപ്പ് ചെയ്യുകയും ചെയ്യാം. നിങ്ങൾ നേരത്തെ കണ്ട ഷോട്ട് മാക്രോ ക്യാമറയുടെ മാക്സിമത്തിലിട്ട് എടുത്താണ്. അവിടെ എൻവയോൺമെൻറ്റ് ഒന്നും വന്നില്ലെന്ന് മാത്രമല്ല, ഫോട്ടോയും അത്ര കളറായില്ല. ചെറിയൊരു ഉദാഹരണം കൂടെ കാണിക്കാം. ഇത് മാക്രോ ക്യാമറയിലെടുത്താണ്. നേരത്തെ കണ്ട പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ഇനി ഈ കാണുന്ന ഫോട്ടോഗ്രാഫ് ഇത് പ്രൈമറി ക്യാമറയിലെടുത്താണ്. ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്താൽ തന്നെ നമ്മൾ നേരത്തെ കണ്ട ഫോട്ടോയും കിട്ടും. അതുപോലെ തന്നെ ഇനി ക്രോപ്പ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ പോലും എൻവയോൺമെൻ്റ് എല്ലാം കവേർഡാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, ഇത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു റിയർ ക്യാമറ ഉള്ളപ്പോൾ എന്തിനാണ് സെക്കൻഡറി മാക്രോ ക്യാമറ? അതൊഴിവാക്കി ചിലവ് കുറച്ചുകൂടെ? എന്ത് ചിലവല്ലേ! ഒരു 2 മെഗാപിക്സൽ ക്യാമറയും കൂടെ വരുന്നത് ബിൽ ഓഫ് മെറ്റീരിയൽസിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. പക്ഷേ ബയേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ അത് സൂപ്പറായിട്ടുള്ളൊരു ട്രിക്കാണ്. ഇപ്പോൾ മച്ചാനെ, നിങ്ങളൊരു ഫോൺ എടുക്കാൻ പോവുകയാണ്, പക്ഷേ അതിന് മാക്രോ ക്യാമറ ഇല്ല എന്ന് വെച്ചുകൊണ്ട് ഒത്തിരി വിഷമിക്കേണ്ട. അതിന് വലിയ ആവശ്യമൊന്നും വരത്തില്ല. ഇനി മാക്രോ ക്യാമറയ്ക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു ഫീച്ചറിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്, സൂം ഫീച്ചർ. ഇപ്പോൾ ചില ആളുകളെങ്കിലും ചോദിക്കുന്നുണ്ടാവും, എൻ്റെ പൊന്നു ഹാരിസേ, സൂം ചെയ്ത് കഴിയുമ്പോഴേക്കും ക്വാളിറ്റി കുറയത്തില്ലടാവി. അങ്ങനെയല്ല ഇപ്പോഴും കാര്യങ്ങൾ. ഇപ്പോഴത്തെ സ്മാർട്ട് ഫോൺസിൽ 48ഉം 64 മെഗാപിക്സലുള്ള റിയർ ക്യാമറാസ് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ വലിയൊരു പ്രയോജനമാണ് എക്സ്ട്രാ സൂം ഫങ്ഷനാലിറ്റി. ഇത് Realme 6-ൻ്റെ 64 മെഗാപിക്സൽ റിയർ ക്യാമറയിൽ 16 മെഗാപിക്സൽ മോഡിലെടുത്ത ഒരു ഫോട്ടോയാണ്. സൂമൊന്നും ചെയ്തിട്ടില്ല. ഇത് 2x സൂമിലെടുത്തൊരു പിക്ചറാണ്. ഇവിടെ അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ട് ബോക്കെയൊക്കെ കയറി വന്നിട്ടുണ്ട്. നല്ല ഡെഫിനേഷനൊക്കെ ഉണ്ട്. ഇത് 5x സൂമാണ്. ആ വാട്ടർമാർക്ക് ഇല്ലായിരുന്നെങ്കിൽ ഇതൊരു DSLR പിക്കാന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറയെക്കുറിച്ച് വലിയ പിടിപാടൊന്നും ഇല്ലാത്ത ഒരാളുടെ അടുത്ത് എനിക്ക് പറയാൻ പറ്റും. പുള്ളി വിശ്വസിക്കുകയും ചെയ്യും. ക്വാളിറ്റി നിങ്ങൾ കണ്ടോ? ഇത്ര നീറ്റായിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ കഴിയും, മാക്രോ ഫോട്ടോസ് എടുക്കാൻ കഴിയും. ഇപ്പോൾ ചില ആളുകൾ പറയുന്നുണ്ടാവും, 4 സെൻറ്റിമീറ്ററിൽ ഫോട്ടോ എടുക്കാൻ പറ്റുമോ? 4 സെൻറ്റിമീറ്ററിൽ എടുത്ത ഫോട്ടോയുടെ ക്വാളിറ്റി നിങ്ങളെ ഞാൻ കാണിക്കാം. ഇത് Realme 6-ൻ്റെ മാക്രോ ക്യാമറയിൽ 4 സെൻറ്റിമീറ്ററിൽ ഞാൻ എടുത്തൊരു ഫോട്ടോഗ്രാഫാണ്. തൊട്ടടുത്ത് പോയി ഒന്ന് എടുത്ത ഫോട്ടോയാണ്. പക്ഷേ വല്ല മെച്ചമുണ്ടോ? ഈ ഫോട്ടോ എവിടെയെങ്കിലും ഉപയോഗിക്കാൻ കൊള്ളുമോ? ഇല്ല. ഇനിയും വിശ്വാസമായിട്ടില്ലെങ്കിൽ കുറച്ച് തെളിവുകളും കൂടെ കാണിച്ചു തരാം. ഇത് 1x സൂമിലെടുത്താണ്, അതായത് ഒരു സൂമും ഇല്ല. ഇത് 2x സൂമിലെടുത്താണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഇനി 5x സൂമിലെടുത്ത പിക്ചറാണിത്. അത്യാവശ്യം വൃത്തിയും മെനയൊക്കെ ഇല്ലേ, എവിടെയെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാനാണെങ്കിലും കൊള്ളാം. ഇത് മാക്രോ ക്യാമറയിലെടുത്തതാണ്. മാക്സിമം ഇത്രേ പറ്റുള്ളൂ കേട്ടോ. അതായത് ഏറ്റവും അടുത്ത് പോയി നിന്നാണ് 4 സെൻറ്റിമീറ്റർ മാക്സിമം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിനേക്കാളും അടുപ്പിച്ച് ചെയ്യുമ്പോഴേക്കും ഫോക്കസ് കിട്ടത്തില്ല. ഈ ഫോട്ടോയാണോ നേരത്തെ കണ്ട പിക്ചേഴ്സാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത്? ഇനി മാക്രോ ക്യാമറയുടെ വലിയൊരു പോരായ്മയും കൂടെ പറഞ്ഞുതരാം. ഇതൊരു നോർമൽ പിക്ചറാണ്. സൂമൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. 16 മെഗാപിക്സൽ ഷോട്ടാണ്. ഇനി ഇതിൻ്റെ തന്നെ 2x സൂം നിങ്ങളെ കാണിക്കാം. ഇത് 2x ആണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇനി അടുത്തത് 5x. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വാട്ടർമാർക്കില്ലായിരുന്നെങ്കിൽ DSLR ക്വാളിറ്റി എന്ന് തന്നെ പറയാൻ പറ്റും. ഇവിടെ മാക്രോ ക്യാമറ ഒരു രക്ഷയിലായിരുന്നു. നമുക്ക് ഫോട്ടോ എടുക്കാനേ പറ്റില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ചിലപ്പോൾ ലൈറ്റിലുണ്ടായ വേരിയേഷൻ ആയിരിക്കും. അത്യാവശ്യം ലൈറ്റ് ഒരു ഡിമ്മായി നിന്നൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ മാക്രോ ക്യാമറ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു. ഒരിക്കലും ഫോക്കസ് കിട്ടില്ല. ഞങ്ങൾ ഒത്തിരി തവണ എടുത്തു നോക്കി.
ഒരിക്കൽ പോലും മാക്രോ ക്യാമറ ആ വാട്ടർ ഡ്രോപ്പിൻ്റെ ഫോട്ടോ എടുത്തില്ല. അപ്പോൾ ഏതാ ബെറ്റർ? സൂം ഫീച്ചർ തന്നെയല്ലേ. ഇനി മാക്രോ ക്യാമറ ഇല്ലാത്ത സാംസങ് M21 ഞാൻ മാക്രോ ഷോട്ട് എടുത്ത കഥ പറയാം. ഈ ചങ്ങായിയെ കണ്ടോ? ഇവന് 150 രൂപ വിലയുള്ളൂ. ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചാണ്. ഇത് മേടിക്കാനുള്ള ഒരു ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ചില ആളുകൾക്ക് ഇത് ഓൾറെഡി ഉണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇതൊരു ചെറിയ മാക്രോ ലെൻസാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഇതിങ്ങനത്തെ ഫോട്ടോസ് എടുക്കാൻ പറ്റും. സാംസങ് M21 ഒരു മാക്രോ ക്യാമറ ഇല്ല. ഇനി മാക്രോ ക്യാമറ ഉണ്ടായിരുന്നേ പോലും ഇത്ര ഡെഫിനീഷനിൽ ഈ ഈച്ചയുടെ ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. അടുത്ത് എന്നാൽ പറന്നു പോകുന്ന പാർട്ടിയാണ്. പക്ഷേ ചെറിയ 2-3 പോസൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഇതെല്ലാം മാക്രോ ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് എക്സ്റ്റേണൽ ലെൻസ് വെച്ച് ഉപയോഗിച്ചെടുത്ത ഫോട്ടോഗ്രാഫ്സാണ്. ഇനി ഈ ലെൻസിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൈമറി ക്യാമറയുടെ ക്വാളിറ്റിയിലുള്ള വീഡിയോസ് എടുക്കാൻ പറ്റും. അതായത് പ്രൈമറി ക്യാമറയാണല്ലോ ഈ വീഡിയോസ് എടുക്കുന്നത്. അതുകൊണ്ട് നല്ല അടിപൊളി സ്ലോമോസും നല്ല വീഡിയോസും നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ പറ, ശരിക്കും പറഞ്ഞാൽ ഈ മാക്രോ ക്യാമറയുടെ വല്ല ആവശ്യമുണ്ടോ? ശരിയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സ്റ്റേണൽ ടൂൾ കൊണ്ടു നടക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായേക്കാം. എങ്കിൽ പോലും മാക്രോ ഷോട്ട്സ് ഒത്തിരി എടുക്കുന്ന ആളുകൾക്ക് ഇങ്ങനൊരു ടൂൾ കൊണ്ട് നടക്കുന്ന വലിയ ബുദ്ധിമുട്ടാവോ? വീഡിയോ അവസാനിക്കുന്ന മുമ്പ് ഒരു കാര്യം, Realme 6 ഞാനൊരു ഉദാഹരണം മാത്രമായിട്ട് ഉപയോഗിച്ചതാണ്. ഞാൻ Realme ഉപയോഗിച്ചുകൊണ്ട് Realmeക്കാണ് ഏറ്റവും നന്നായിട്ട് സൂം ഷോട്ടുകൾ എടുക്കാൻ പറ്റുന്നത് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. Realme മാത്രമല്ല, Redmi, Vivo, Samsung ഏതൊരു മാനുഫാക്ചറിൻ്റെ ഡിവൈസ് ആയിക്കോട്ടെ, നല്ല ഒരു റിയർ ക്യാമറ ഉണ്ടെങ്കിൽ നല്ല സൂം ഷോട്ടുകൾ നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ചിത്രം Redmi Note 8ൻ്റെ 48 മെഗാ പിക്സൽ റിയർ ക്യാമറയിൽ 2x സൂമിലെടുത്തതാണ്. അതേ ഫോണിൽ 5x സൂമിലെടുത്ത പിക്ചറാണിത്. 2 ഫോട്ടോയിലും നല്ല ബാക്ക്ഗ്രൗണ്ട് ബ്ലറും ഡെഫിനേഷൻ നമുക്ക് കാണാൻ കഴിയും. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇന്ന കമ്പനി എന്നില്ല, അത്യാവശ്യം നല്ലൊരു പ്രധാന ക്യാമറയും അതിനൊത്തൊരു ക്യാമറ സോഫ്റ്റ്വെയറും കൂടെ ഉണ്ടെങ്കിൽ നല്ല സൂം ഷോട്ട്സ് നിങ്ങൾക്ക് എടുക്കാൻ കഴിയും. നിങ്ങൾ ഇനിയൊരു സ്മാർട്ട് ഫോൺ മേടിക്കുമ്പോൾ അതിൽ മാക്രോ ക്യാമറ ഉണ്ടോ ഇല്ലയോ എന്നത് നിങ്ങളുടെ തീരുമാനത്തെ സ്വാധീനിക്കേണ്ട ഒരു സംഗതിയല്ല. അത് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ്, സൈനിങ് ഓഫ് ഫോർ നൗ.